പോലീസ് കസ്റ്റഡിയിൽ 24 മണിക്കൂർ. പിടിക്കപ്പെടുമ്പോൾ സംശയത്തോടെയുള്ള നോട്ടങ്ങളായിരുന്നു ചുറ്റും. ഒടുവിൽ സ്റ്റേഷനിൽ നിന്നും അമ്മയുടെ കൈപിടിച്ചിറങ്ങുമ്പോൾ ആശ്വാസവും സമാധാനവും. സംഭവിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലായിരുന്നു കസ്റ്റഡിയിലാകുമ്പോൾ. എക്സാം എഴുതാൻ അനുവദിച്ചായിരുന്നു. ഒരു 1 അവർ കഴിഞ്ഞപ്പോൾ അവർ തന്നെ മാറ്റി എന്നെ അവിടെ നിന്ന് മൽ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോഴെനിക്ക് സംഭവം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചിരുന്ന ആപ്ലിക്കേഷൻ ഫോം അയച്ച സമയത്ത് എന്തോ പറ്റിയ എററെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണ് നടന്നത്. നീറ്റിൽ 2ാമത്തെ അവസരമായിരുന്നു. വെറ്റിനറി സയൻസ് പഠനമെന്ന ദീർഘകാല മോഹം സാധ്യമാക്കാനുള്ള ശ്രമം തുടരുമെന്ന പ്രതീക്ഷയോടെയാണ് ജിതിൻ മടങ്ങുന്നത്. ഞാൻ വേറെ എന്തെങ്കിലും ഇതിൻ്റെ കാര്യമായിരിക്കും എന്നാണ് അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു. കൊണ്ടും പോയതിനു ശേഷമാണ് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. അക്ഷയ കേന്ദ്രത്തിൽ പോയി ഗ്രീഷ്മയുമായി മുൻപരിചയമുണ്ടായിരുന്നുവെന്ന് അമ്മ രമ പറഞ്ഞു. ഇതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് അവരെ സമീപിക്കാനുള്ള കാരണം. എനിക്ക് ഡ്യൂട്ടിയിലൊന്ന് വെളിയെ പോകാൻ അപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് 5 മണിക്കൊക്കെ അടയ്ക്കുമല്ലോ അല്ലടോ. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് PDF ആയിട്ട് എടുത്ത് അയച്ചു തന്ന് ഞാൻ പോയി എടുത്തതാണ്. കമ്പ്യൂട്ടർ വാട്സപ്പ് വഴി ഇട്ട് തന്നു PDF ആയിട്ട്. എക്സാമിന് കയറിയതിന് ശേഷമാണ് പിന്നീട് അറിയുന്നത്. പരീക്ഷ എഴുതുന്നതിന് നിയമപരമായ സാധ്യതകൾ കൂടി തേടുമെന്നും അവർ വ്യക്തമാക്കി. സ്വകാര്യ പരിശീലന കേന്ദ്രത്തിൽ ഉയർന്ന തുക ഫീസ് നൽകിയാണ് പരീക്ഷയ്ക്ക് ജിതിനെ തയ്യാറെടുപ്പിച്ചത്. അതേസമയം തിരുവനന്തപുരത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത ഗ്രീഷ്മയെ ജിതിനും അമ്മ രമയും തിരിച്ചറിഞ്ഞുവെന്ന് പോലീസ് വിശദീകരിച്ചു. അപേക്ഷ സമർപ്പിക്കാൻ മറന്നതിനെ തുടർന്നാണ് പിന്നീട് മറ്റൊരാളുടെ ഹാൾ ടിക്കറ്റിൽ കൃത്രിമം കാട്ടി നൽകിയതെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. കേസിൽ കുറ്റക്കാരനല്ലെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ജിതിനെ പ്രതിസ്ഥാനത്തു നിന്നും ഒഴിവാക്കുന്നതിനുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.